രമി, വേഗം വാ. എന്താ ഇത്ര വൈകിയത്? പാത്തു, എല്ലാരും വന്നോ? ഇല്ല രമി, എല്ലാരും വരുന്നുള്ളേ. അപ്പൊ ആദ്യത്തെ വരവ് ഞാൻ എന്റെ കുട്ടികളായിരിക്കും. ഇജ്ജല്ലാതെ പിന്നെ ആരാ ആദ്യം വരേണ്ടത്? എന്താ ഇത്ര നേരം വൈകിയെന്നാ ഞാൻ ചോദിക്കുന്നത്. വാന്ന് അവിടേക്ക് പോയിരിക്കാം. എല്ലാരും വരട്ടെ പാത്തു. അല്ല, ചന്ദ്രൻ വന്നില്ലേ? അത് ശരി, ചന്ദ്രേട്ടൻ ഇനി എത്തിയില്ലേ? അപ്പൊ എന്താ മനസ്സെത്തിയെ? ഇജ്ജ് പിന്നിക്കോ തിരിഞ്ഞോക്കാരെ വന്നത്? അമ്മ, അച്ഛൻ വരുന്നുണ്ട്. അച്ഛനോട് വർത്താനം പറഞ്ഞ് നിൽക്കുന്നു. ആ, അതെന്നെ കാണാത്തതേ. ഞങ്ങൾ ഒപ്പം ഇറങ്ങിയതാണ്. അച്ഛാ, അച്ഛാ, ഞങ്ങൾ വിചാരിച്ചേ അച്ഛന് വല്ല കള്ളനും പിടിച്ചു കൊണ്ടോയോന്ന്. ഇനിയിപ്പോ എന്തിനാ അതിന് വേറൊരു കള്ളൻ വരുന്നത്? ലോകത്തുള്ള എല്ലാ കള്ളന്മാരെക്കാളും വലിയൊരു കള്ളത്തില്ലേ ഇവിടെ നിൽക്കുന്നത്? കണ്ടോ അച്ഛാ, അവരൊക്കെ എന്നെ കളിയാക്കി ചിരിക്കണേ. ഈ അമ്മ എപ്പോഴും ഇങ്ങനെ തന്നെ ആളെ അടിയിൽ വെച്ചിട്ട് എന്നെ കളിയാക്കുക. രമേ, വേണ്ടട്ടോ. എന്റെ ചിന്നിക്കുട്ടിയെ നീ കളിയാക്കിയാലുണ്ടല്ലോ. അങ്ങനെ നല്ല അവിടെ പറഞ്ഞു കൊടുക്ക അച്ഛാ. എന്താ അമ്മ ഇത്തിരി കൂടുതലാ. പൊടിമോളെ, എന്ത് കുഞ്ഞാപ്പോ? ചിന്നിന്റെ അമ്മന്റെ കയ്യിലേ എന്തോ ഒരു ഗിഫ്റ്റ് ഉണ്ട്. നമുക്കത് എന്താന്ന് തുറന്നു നോക്കിയാലോ? ആമിത്താക്കുള്ളതായിരിക്കും അത്. കുഞ്ഞപ്പൂ വേണ്ടട്ടോ, ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു കൊടുക്കും. അമ്മച്ചി എന്താ നമ്മളോട് പറഞ്ഞിരിക്കണത്? അപ്പൊ ആ ഗിഫ്റ്റ് ആമിത്താക്ക് മാത്രമല്ലേ കിട്ടുക. അപ്പൊ നമുക്ക് അതിലെന്താണെന്ന് അറിയണ്ടേ? അമ്മച്ചി എന്താ പറഞ്ഞിക്കണേ? ആളുകളെ അടിയിൽ വെച്ചിട്ട് ഗിഫ്റ്റ് ഒന്നും തുറക്കാൻ നിൽക്കരുത്. രാത്രിക്ക് എല്ലാരും പോയിട്ട് ഗിഫ്റ്റ് തുറന്നു നോക്കാൻ നമുക്ക് ഒറ്റക്കാവുമ്പോന്നല്ലേ പറഞ്ഞത്? എടി പ്രിയ, ഈ ഗിഫ്റ്റ് ആമിയുടെ കൈ കൊടുത്തിട്ട് വാടി. അതെന്താ അപ്പൊ? നമുക്ക് ഞാനിവിടെ നിൽക്കുന്നത് കാണുന്നില്ലേ? ആ, കാണുന്നുണ്ട്, നല്ലോണം കാണുന്നുണ്ട്. എന്നിട്ടാ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം ആമിത്താടെ കയ്യില്. ചിഞ്ഞോ, നിനക്ക് കുറുമ്പത്തിരി കൂടുന്നുണ്ട് കേട്ടോ. ഞാൻ എന്താ നിന്നോട് വീട്ടിൽ നിന്ന് വരുമ്പോ പറഞ്ഞത്? ഇന്നാ കൊണ്ടുപോയി കൊടുക്ക്, നിലത്തിടല്ലേ കേട്ടോ. രമേ, വാ, നമുക്ക് രണ്ടുപേർക്കും പോകാം. അതെന്താ അച്ഛാ ഞാൻ കൊടുത്താല്? എന്റെ അമ്മോ, അച്ഛാ, അവള് കല്ലേങ്കാട്ട് നീങ്ങിയേക്കൂട്ടോ. അത് ശരി, അപ്പൊ അച്ഛനെ എന്നെ കളിയാക്കി ചിരിക്കാതെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചേച്ചി, ഇത് എവിടെയാ വെക്കേണ്ടേ? ഹായ്, നല്ല ഭംഗിയുണ്ട് ആമിത്താനെ കാണാൻ. ഇവനോ? ഇവനെന്താ ഇവിടെ? ആ, പ്രിയ, നീ നീ ഇവിടെ ഉണ്ടായിരുന്നോ? പ്രിയ, അതേടാ, അതാ അവിടെ നിൽക്കുന്നു. അവളുടെ ആരോ ആണെന്ന് തോന്നുന്നേ. ഇത് ഇവിടെ വെച്ചാൽ പോരെ? ആ, മതി കുട്ടികളെ. നിങ്ങളെ അതിന്റെ സ്ഥലം എവിടെച്ചാലേ അവിടെ ഇങ്ങോട്ട് വെച്ചോളി. എല്ലാരും ഇങ്ങോട്ട് കേറി വരുമ്പോ തന്നെ നിന്റെ ആമിയോട് സുന്ദരിയായിട്ട് ഇരിക്കണ കാണണം. എടി പ്രിയ, നിന്നെ എത്ര നേരമായി വിളിക്കുന്നു? നീ ഒന്നിങ്ങ് വന്നേ. നീ എന്താ അവിടെ അന്തം വിട്ട പെരിച്ചായി പോലെ നിൽക്കുന്നേ? അവൾക്ക് പറ്റിയ പെരിച്ചായി. അമ്മ, എടാ രാജേഷേ, അവൾക്ക് പറ്റിയ പേരാണല്ലേ. വാ രമേ, ഓല് അത് ഇവിടെ വെച്ചോട്ടെ, നമ്മക്ക് അങ്ങോട്ട് പോകാം. ഏട്ടന്മാരെ ഇത് ഇവിടെ കൊണ്ട് വെച്ചോളി. ഇവിടെ നല്ല സ്ഥലാണ്. ഹലോ പെരിച്ചായി. ദോ, നിങ്ങളാണ് ഈ ജോലി എടുക്കുന്നത്? എടാ അനന്തു, ഞാൻ പറഞ്ഞതല്ലേ അവളോട് എടാൻ നിക്കണ്ടാന്ന്. പെരിച്ചാലിയാണത്രേ. ആ പേര് നിനക്ക് നന്നായിട്ട് ചേരാ. അതെ അതെ, ആർക്കാ ചേരിയാണെന്നേ ഇപ്പൊ നന്നായി മനസ്സിലായി. ഇത്രയും ലേറ്റ് ആയാണോ ഇത് കൊണ്ടുവന്ന് വെക്കുന്നത്? കുറച്ച് നേരത്തെ കൊണ്ടുവന്ന് വെക്കണ്ടേ? ആളുകൾക്ക് വരാൻ തുടങ്ങി. സോറി പ്രിയ, ഞങ്ങളെ വരുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ഒന്ന് കേട് വന്നു, അതാ. എന്തിനാടാ നീ അവളോടൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ പോകുന്നേ? നമ്മുടെ ജോലി തീർക്കുക, നമുക്ക് വേറെ ജോലി നോക്കുക. ചിന്നു, എന്താ എന്ത് കുഞ്ഞാപ്പൂ? അല്ല ചിന്നു, നിങ്ങൾ കൊടുന്ന ഗിഫ്റ്റ് എന്താണ്? ഇച്ചുകൂടി കാണാനിരുന്നേ. അയ്യേ, അയ്യേ, എടുത്ത് തീർക്ക. അതൊക്കെ പിന്നെ നോക്കാം, ഇപ്പൊ തന്നെ നോക്കൂലാന്ന്. എന്നാലും ചിന്നു, ഇജ്ജാ പെട്ടി ഇങ്ങോട്ട് എടുത്തിട്ട് വാ, നമുക്ക് തുറന്നു നോക്കാം അതിലെന്താന്ന്. കുഞ്ഞാപ്പൂ, വേണ്ടട്ടോ, ഞാൻ അമ്മച്ചിയോട് പറഞ്ഞെടുക്കും. അമ്മച്ചി പറഞ്ഞിട്ട് മറന്നോ? എടി പെണ്ണേ, അനക്ക് അന്തല്ലാനിട്ടാണ്. അതിൽ ചിലപ്പോഴേ ലഡും ജിലേബിയൊക്കെ ആയിരിക്കും. നമ്മക്കതൊക്കെ ഇന്ന് തിന്നാണ്. ഈ കുഞ്ഞാപ്പൂ നിങ്ങൾ തിന്നാനൊന്നും കൊടുക്കലില്ലടി. ഇത്ര കാർത്തി മുട്ടിക്കണേ. ഹലോ പ്രിയ മേഡം, ഇവിടെ നിന്നൊന്ന് മാറി തന്നാൽ ഇതിവിടെ വെക്കാമായിരുന്നു. ഞാൻ നിൽക്കുന്നിടത്ത് മാത്രമേ അതിന് സ്ഥലമുള്ളൂ. എടാ അനന്തു, ഇവിടെ എങ്ങനെയുണ്ട്? ഇവിടെ മതി, നന്നായിട്ടുണ്ട്. എന്താടി പ്രിയ, നീ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? അത് നിന്നെയാണ് ഞാൻ നോക്കുന്നതെന്ന്
എടാ അനന്തു നോക്കടാ നീതു. എടാ ഇതൊരു ഫംഗ്ഷൻ നടക്കുന്ന വീടല്ലേ, ഇവിടെ അങ്ങനെ പലരും വന്നെന്നിരിക്കും. നീ എന്തിനാ അങ്ങോട്ടൊക്കെ നോക്കുന്നേ? നീ നമ്മുടെ ജോലി തീർക്കാൻ നോക്ക്. ഈ അതാരാ? അനന്തുവോ? അനന്തു ഈ ഇവിടെ ഇത്ര പെട്ടെന്ന് പോയോ? അനന്തു ഇവിടെ. ഓ അവിടെ എത്തിയോ? അനന്തു നീ എന്താ ഇവിടെ? ഇവിടെയുള്ള ജോലി മുഴുവനും ഇവന്റെ അച്ഛനാ കരാറ്. അപ്പൊ പിന്നെ ഞങ്ങളും കൂടെ കൂടി, അത്രേ ഉള്ളൂ. ഓ അങ്ങനെ. അപ്പോ ഫംഗ്ഷൻ തീരുമ്പോ നീയും ഇവിടെ ഉണ്ടാവും അല്ലേ? അവൻ മാത്രല്ല ഞാനും. തമാശക്കാരൻ. അതെന്താ നീതു നീ എന്നെ കാണാത്തത്? നീ ഒന്ന് പോടി ചേട്ടാ, തമാശ പറയാതെ. ഓ അവളുടെ ഒരു ഒലിപ്പീര്. നീതു ഇത് നിങ്ങൾ അറിയുന്ന ആളുകളാണോ? അതെ അതെ, എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാ. അനന്തു എന്റെ വീട്ടിലേക്കും വരണേ, അമ്മയൊക്കെ പരിചയപ്പെടാം. അപ്പോൾ ഞാനോ? നീയും വരാ രാജേഷേ, നിങ്ങൾ എന്റെ ഫ്രണ്ട്സ് അല്ലേ? അവളുടെ ഒരു ഫ്രണ്ട്സ്. ഇതവളെ